ഹലോ ദിസ് ഇസ് ഹിന്ദി സാർ സ്റ്റെറോയിഡ്സിൻ്റെ പ്രോസ് ആൻഡ് കോൺസിനെ പറ്റിയുള്ള വീഡിയോ സീരീസിൻ്റെ തേർഡ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കാണ് ടൂർണാബോൾ. ആദ്യം തന്നെ ടൂർണാബോളിൻ്റെ പ്രോസ് എന്തൊക്കെയാണ്? ഒരു മോഡറേറ്റ് സ്ട്രെങ്ത് ഗെയിൻ, മോഡറേറ്റ് മസിൽ ഗെയിൻ തരാൻ പറ്റുന്ന ഒരു സപ്ലിമെൻ്റാണ് ടൂർണാബോൾ. നമ്മുടെ ജിമ്മിലെ പെർഫോമൻസ് അത്യാവശ്യം നന്നായിട്ട് തന്നെ ടൂർണാബോളിന് കൂട്ടാൻ പറ്റും. നല്ലൊരു എൻഡ്യൂറൻസ് കപ്പാസിറ്റി നമുക്ക് ടൂർണാബോളിൻ്റെ ഹെൽപ്പോടുകൂടി നേടിയെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് ടൂർണാബോളിൻ്റെ ഒരു ജിമ്മിൽ തരാൻ പറ്റുന്ന ഒരു പമ്പിനെ പറ്റി പറയുവാണെങ്കിൽ ഇതധികം വാട്ടർ റിട്ടൻഷനോ ഗ്ലൈക്കോജൻ സ്റ്റോറേജ് ഇൻക്രീസ് ചെയ്യാത്ത ഒരു കോമ്പൗണ്ട് ആയതുകൊണ്ടും ചില ആൾക്കാർക്ക് ഡൈനാബോൾ, സൂപ്പർഡോളോ പോലുള്ള കോമ്പൗണ്ട്സ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ ലോവർ ബാക്ക് പമ്പ് എന്ന് പറയുന്ന ഒരു ഇഷ്യൂ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ സ്ക്വാട്ടോ ഡെഡ് ലിഫ്റ്റോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ലോവർ ബാക്ക് പമ്പ് കാരണം നമുക്ക് കൂടുതൽ സെറ്റ്സ് റെപ്സ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനുള്ള ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് പറ്റിയ ഒരു ഓറൽ കോമ്പൗണ്ടാണ് ടൂർണാബോൾ. അപ്പോൾ ഇതിന് അങ്ങനത്തെ എഫക്റ്റ് ഒന്നും ഇല്ല. ഇതിൻ്റെ നമ്മൾക്ക് ജിമ്മിൽ തരാൻ പറ്റുന്ന ഒരു പമ്പ് ഒരു ഡീസൻറ്റ് പമ്പ് മാത്രമാണ്. പിന്നെ ഇതിനൊരു മൈൽഡ് ഫാറ്റ് ലോസ് തരാനുള്ള എബിലിറ്റി ഉണ്ട്. മാത്രമല്ല ഇതിന് മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അപ്പറ്റൈറ്റ് സപ്രസിങ് ആയിട്ടുള്ള കോമ്പൗണ്ടാണ്. അതുകൊണ്ട് നമ്മൾ കട്ടിങ് സൈക്കിളിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ സാധനത്തിന് ഫാറ്റ് ലോസിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ വേറൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ കട്ടിങ് സൈക്കിളിൽ മാത്രമല്ല ബൾക്കിംഗ് സൈക്കിളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കോമ്പൗണ്ടാണ് ടൂർണാബോൾ. പിന്നെ ഇതിൻ്റെ ആൻഡ്രോജനിക് സൈഡ് എഫക്ട്സ് വളരെ കുറവാണ്. ഇപ്പോൾ നമ്മൾ ആൻഡ്രോജനിക് റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ ഇത് 0 ആണ് ആക്ച്വലി. പക്ഷേ നമുക്ക് അതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്നെ, ഹെയർ ലോസ്, പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻറ്റ് പോലുള്ള സൈഡ് എഫക്റ്റുകളൊന്നും ഈ ടൂർണാബോൾ കൊണ്ട് ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. ഇനി ടൂർണാബോളിൻ്റെ കോൺസ് എന്തൊക്കെയാണ്, ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ടൂർണാബോളിന് നമ്മുടെ കൊളസ്ട്രോൾ വാല്യൂസ് മോശമാക്കാനുള്ള എബിലിറ്റിയാണ്. നമ്മുടെ HDL കുറയാൻ സാധ്യതയുണ്ട്. അതുപോലെ നമ്മുടെ BP കൂടാൻ സാധ്യതയുണ്ട്. നമ്മുടെ കിഡ്നി, ലിവർ ഫങ്ഷനെ അഫക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. AST, ALT പോലുള്ള വാല്യൂസ് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉള്ളൊരു സാധനമാണ് ടൂർണാബോൾ. പിന്നെ നമുക്ക് നമ്മുടെ സ്ലീപ്പിനെ ചെറുതായിട്ട് അഫക്റ്റ് ചെയ്യുന്നൊരു കോമ്പൗണ്ടാണ് ടൂർണാബോൾ. നമ്മളിപ്പോൾ രാത്രി കിടക്കുന്നതിന് ഒരു 2 മണിക്കൂർ മുമ്പ് ഒരു സ്ട്രോങ് കോഫി കുടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കത്തെ ബാധിക്കില്ലേ? സിമിലർ എഫക്റ്റ് ആയിരിക്കും നമുക്ക് ടൂർണാബോൾ കഴിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്നത്. പിന്നെ ടെസ്റ്റോസ്റ്ററോൺ പോലുള്ള ഹോർമോൺ സപ്രഷന് കാരണമാക്കുന്ന ഒരു കോമ്പൗണ്ടാണ് ടൂർണാബോൾ. അപ്പോൾ ഈ ടൂർണാബോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ PCT ചെയ്യേണ്ടത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു സാധനമാണ്. ഇനി നമുക്ക് ടൂർണാബോളിൻ്റെ സൈക്കിളിൽ എന്താണ് ഡോസേജ് എന്താണ് റെക്കമെൻഡഡ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് വലിയ സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാകാത്തൊരു കോമ്പൗണ്ട് ആയതുകൊണ്ടും നമുക്ക് ഒരു 8 to 10 വീക്സ് സൈക്കിൾസ് വരെ ടൂർണാബോളിൻ്റെ ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ ഡോസേജിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു 30 to 40 mg സ്റ്റാർട്ട് ചെയ്ത് ഒരു 60 mg വരെയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ടൂർണാബോളിൻ്റെ ഒരു ഡോസേജ്. അതിന് മേളിലോട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്കതിൻ്റെ സൈഡ് എഫക്ട്സും കൂടെ കൂടി വരുന്നതുകൊണ്ടും ഞാൻ ഒരു നമുക്ക് പല കോമ്പൗണ്ട്സ് ചേർത്തുണ്ടാക്കാൻ പറ്റുന്ന ഒരു സിനർജിസ്റ്റിക് എഫക്റ്റിൽ വിശ്വസിക്കുന്ന ആളായതുകൊണ്ടും ഞാനിപ്പോൾ ഒരു ക്ലയൻറ്റിന് കൊടുക്കുകയാണെങ്കിൽ ഞാൻ 40 mg വരെ കൊടുക്കുകയുള്ളൂ. ഇനി ഇതിനെ നമുക്കൊന്ന് റേറ്റ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ മസിൽ ബിൽഡ് ചെയ്യാനുള്ള എബിലിറ്റിക്ക് ഞാൻ കൊടുക്കുന്നത് ഒരു 6 out of 10 ആണ്. ഇതിൻ്റെ ഒരു സ്ട്രെങ്ത് ആൻഡ് എൻഡ്യൂറൻസ് ഇൻക്രീസ് ചെയ്യാനുള്ള എബിലിറ്റിക്ക് ഞാൻ കൊടുക്കുന്നത് ഒരു 8 out of 10 ആണ്. ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റിന് ഞാൻ കൊടുക്കുന്ന ഒരു റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 to 5 out of 10 ആണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് നടക്കണം. സിയാ.